കൂട്ടുകാരെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാൻ രാവിലെ തന്നെ ചന്തയിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. അങ്ങനെ ചന്തയിൽ പോകാൻ ഇറങ്ങിയപ്പോൾ ഞങ്ങളെ അടുത്തുള്ളൊരു പയ്യൻ എന്നെ വീഡിയോ എടുക്കുന്നുണ്ട്, നോക്കി ചിരിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ പോകണമുണ്ട്, അപ്പോൾ സ്കൂളിൽ നിന്ന് പോകണതാണ്. അങ്ങനെ ഞങ്ങളിതാ ചന്തയിൽ പോകണം. എൻ്റെ കൊച്ചു മോനെ ഓട്ടോയിലൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അവനെയും കൂടെ കൂട്ടി പിന്നെ അവൻ്റെ അമ്മയും കൂടെ വിളിച്ചു. ഇനി നമുക്ക് ചന്ത വിശേഷങ്ങൾ കാണാം. വീഡിയോ ഒക്കെ പിടിച്ചു മീൻ കടയിൽ വീഡിയോ സൂപ്പർ സ്റ്റാർ മൊത്തം 250 രൂപ. ചേച്ചി ആണെങ്കിൽ വില പറയുന്നോണ്ടിരിക്കണത് 600 രൂപ പറയണം. കൊടുന്നോണ്ടിരിക്കണെന്ന് ഞാൻ കൊടുക്കാൻ പണത്തിനോടെ പോകും ഞാൻ. അയ്യോ അതായത് 2 ആളെ മീനുണ്ട്. അപ്പോ പിടയ്ക്കുന്ന സാധനം ആരല്ലേ 50 രൂപ കൊടുക്കണ്ടേ? അത് മീനിന്റെ വില വേറെ. വാള 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 അയില അയില വാ വാ. അങ്ങനെ ഞാൻ ചന്തയിലൊക്കെ പോയിട്ട് വന്നു. ഞാൻ എന്തൊക്കെ വാങ്ങിച്ചോ നിങ്ങൾക്ക് കാണണ്ടേ? അങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഞാനിതേ ഒരു ചീനച്ചട്ടിയൊക്കെ എടുത്ത് അതിൽ കുറച്ച് വെള്ളം ഒന്ന് ഒഴിക്കാം കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് മീൻ ഇട്ടില്ലെങ്കിൽ എന്തോ ഇനി നാളെ മീൻ കാണില്ല എന്നൊക്കെ ആൾക്കാർ പറയൂലേ. അതുകൊണ്ട് ഞാനിതേ കണ്ടല്ലോ നമ്മളെ സുന്ദര കുട്ടനായ 2 വാളയങ്ങ് വാങ്ങിച്ചു കേട്ടോ. ഈ വാള വാങ്ങിക്കാൻ വേണ്ടി ഞാൻ അവിടെ നിന്ന് കുറേ പരിശ്രമിച്ചു. അവിടുത്തെ ഈ ചന്തയിലെ കടയിക്കാരികളൊക്കെ ഭയങ്കര ദേഷ്യക്കാരിയാണ് കേട്ടോ. ഞാൻ വാള വാങ്ങിച്ചില്ല, അവർക്ക് ഭയങ്കര ദേഷ്യക്കാരിയാണ്. ഞാൻ ഈ ചന്തയിൽ അങ്ങനെ പോയിട്ടൊന്നുമില്ല. അങ്ങനെ ആദ്യമായിട്ടൊക്കെ പോണതാണ്. മുമ്പൊരിക്കൽ പോയിട്ടുണ്ട്, ഇങ്ങനെയൊന്നും പോയി വാങ്ങിച്ച് ശീലമൊന്നുമില്ല. അതേ കണ്ടല്ലോ, നല്ല സൂപ്പർ വാള കേട്ടോ. നല്ല പിടയ്ക്കണ വാളയായിരുന്നു. അങ്ങനെ വാള വാങ്ങിച്ചു. പിന്നെ അതേ 2 കഷ്ണം ചൂരത്തുണ്ടവും കൂടെ വാങ്ങിച്ചു. അപ്പോൾ ഇന്ന് നമുക്ക് 2-3 ദിവസത്തേക്ക് ഒരിടവും പോകണ്ട. വാളയാണെങ്കിൽ പിടയ്ക്കുന്ന വാളയെന്ന് പറഞ്ഞാൽ ആളിതാ എത്തി വെളിയിൽ ചാടി എൻ്റെ ചുരിദാറിൻ്റെ ടോപ്പിലൊക്കെ കടിച്ചു തൂങ്ങി കിടക്കുകയായിരുന്നു കേട്ടോ. അടിപൊളി വാളയായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു. പിന്നെ ഞാൻ ഈ കുറച്ച് ഇത് ഓടംകൊല്ലി മുളവാണ്, ഇങ്ങനെ ഭയങ്കര എരിയുള്ള ഒരു മുളവാണ്, അത് വാങ്ങിച്ചു. പിന്നെ ഞാൻ എന്തൊക്കെ വാങ്ങിച്ചു, ഇങ്ങോട്ട് വരണ വഴിക്ക് ഒരു മില്ലുണ്ട്. ആ മില്ലിൽ കയറി ഞാൻ അതായത് 2 കിലോ വെളിച്ചെണ്ണ വാങ്ങി. പിന്നെ ആ മില്ലിൽ തന്നെയാണ് കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. തേങ്ങാപ്പുളിയൊക്കെ ഉണ്ട്. തേങ്ങയൊന്നും വാങ്ങിച്ചില്ല. പിന്നെ ഞാൻ 2 കിലോ പുളിയും വാങ്ങിച്ചു. നമ്മളിങ്ങനെ പോയതില്ല, അപ്പം മെനക്കെട്ട് പോകണ്ടെന്ന് കരുതി പുളിയും വെളിച്ചെണ്ണയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. നല്ല സൂപ്പർ പുളിയാണ് കേട്ടോ, അടിപൊളി പുളിയാണ്. ഇനി ഒരാളും കൂടെ ഉണ്ട്. അതാരാണെന്നറിയാമോ? നമ്മളുടെ കപ്പ, നമ്മളെ മരിച്ചിനിയും കൂടെ വാങ്ങിച്ചു. അങ്ങനെ ഇന്ന് വാളക്കറി മരിച്ചിനിയൊക്കെയാണ്. നിങ്ങളെല്ലാവരും ഓടി വായോ, നമുക്കെല്ലാവർക്കും വാളക്കറി മരിച്ചിനിയും കഴിക്കാം. അങ്ങനെ ഞാനിതേ മീനൊക്കെ അറുത്ത് കഴുകി റെഡിയാക്കിയതിന് ശേഷം അരപ്പൊക്കെ തിളയ്ക്കാൻ വെച്ചു. അങ്ങനെ അരപ്പ് തിളച്ചതിന് ശേഷം മീൻ കഷ്ണങ്ങളൊക്കെ പറക്കിയിട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് മീൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോൾ കുറച്ച് ഉലുവപ്പൊടിയൊക്കെ തൂറ്റി നമ്മളെ വാളക്കറി അങ്ങ് വെച്ചെടുക്കാമെന്ന് കരുതി. അങ്ങനെ ഞാനിത് വാളക്കറിയെല്ലാം റെഡിയായി. നമുക്കിനി ഒന്ന് ചുറ്റി കൊടുക്കാം. അങ്ങനെ വാളമീൻ്റെ കറിയൊക്കെ ഒന്ന് ചുറ്റിച്ച് റെഡിയാക്കി പറക്കിയൊക്കെ എടുത്തു. എല്ലാവരും ഓടിവായോ, വാളമീൻ കഴിക്കാം.